ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് അഷ്റഫ് യൂട്യൂബ് ചാനൽ. അഡോബി ഇല്ലുസ്ട്രേറ്ററിനകത്തുള്ള റീലിങ്ക് എന്നൊരു ഓപ്ഷനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഇല്ലുസ്ട്രേറ്ററിനകത്തുള്ള ലിങ്ക് എന്ന ഓപ്ഷനെ പറ്റിയും ലിങ്ക്ഡ് ഫയൽ എംബഡിംഗ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. ഈ ഒരു വിഷയത്തെ പറ്റി അറിയാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലുസ്ട്രേറ്ററിനകത്ത് നമ്മളൊരു പോസ്റ്റർ ഫ്ലയറൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു ഡിസൈനിനകത്തേക്ക് ഒരുപാട് ഇമേജുകൾ ഡയറക്റ്റായിട്ട് കൊണ്ടുവരേണ്ടതായി വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമേജുകൾ നമ്മുടെ വർക്ക് ചെയ്യുന്നതിനിടയിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. നമ്മുടെ വർക്കിനകത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലിപ്പിംഗ് മാസ്കുകളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരം ക്ലിപ്പിംഗ് മാസ്കുകൾക്കിടയിൽ നിന്ന് നമ്മൾ ഈ ഇമേജുകൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ വർക്കിനകത്തേക്ക് ഇമേജുകൾ എങ്ങനെ വളരെ എളുപ്പത്തിൽ ആഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ അഡോബി ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു വർക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്കിനകത്ത് രണ്ട് ഇമേജുകൾ ഡയറക്റ്റായിട്ട് ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വിൻഡോ എന്ന ഓപ്ഷനിൽ നമ്മൾ ഈ ലിങ്ക് എന്നുള്ളൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള രണ്ട് ഇമേജുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി നമ്മുടെ വർക്കിനിടയ്ക്ക് നമുക്ക് ഇത്ര ഇമേജുകൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഈ ഒരു ഇമേജിന് പകരം കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഇമേജ് യൂസ് ചെയ്യാനാണ് അങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു വർക്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത്ര ഇമേജുകൾ ചേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന ക്ലിപ്പിംഗ് മാസ്കുകൾ ഒരു കാരണവശാലും റിലീസ് ചെയ്യരുത്. കാരണം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലിപ്പിംഗ് മാസ്ക് ആയിരിക്കും മിക്ക വർക്കിലും ഉണ്ടായിരിക്കുക. നമുക്ക് ഈ ക്ലിപ്പിംഗ് മാസ്ക് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് നോക്കാം. ഇവിടെ കാണാം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എലമെന്റുകൾ ഈ ഒരു വർക്കിനകത്തുണ്ട്. മാത്രമല്ല നമ്മുടെ എലമെന്റുകളും കാര്യങ്ങളും ഒക്കെ മിസ്സായി പോകാനും സ്ഥാനം മാറി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്ര ഇമേജുകൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ഈ ഒരു ലിങ്ക് എന്ന ഓപ്ഷനിലെ റീലിങ്ക് എന്ന ഈ ഒരു ഐക്കൺ വഴിയാണ് ഇത്ര ഇമേജുകൾ സാധാരണയായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഇവിടെ കാണിക്കാം. ഇവിടെ ഗ്രൂപ്പ് സെലക്ഷൻ ടൂളാണ് അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഇമേജിൽ സെലക്ട് ചെയ്യുന്നു. ഈ ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചാൽ മാത്രമേ ഇങ്ങനെയൊരു ഇമേജ് നമുക്കിവിടെ സെലക്റ്റായി കിട്ടുകയുള്ളൂ. ഈ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ റീലിങ്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യേണ്ട പുതിയ ഇമേജുള്ള ഫോൾഡറിലേക്ക് നേരെ പോകുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള മറ്റൊരു ഇമേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഈ സ്കൈയുടെ ചിത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്ലേസ് കൊടുക്കുന്നു. ആ ഒരു സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പുതിയ ചിത്രം വന്നിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് ഈ ഒരു ചിത്രം കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു ഐക്കൺ ആക്റ്റീവായിട്ട് വരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ മറ്റൊരു ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ അവിടെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ക്ലിപ്പിംഗ് മാസ്കുകൾക്കൊന്നും യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ആ ഒരു ഇമേജ് അവിടെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത്ര ഇമേജുകൾ നമുക്ക് അതിൻ്റെ പൊസിഷനൊക്കെ മാറ്റിക്കൊണ്ടുവരുന്നതെല്ലാം ഈ ഒരു ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ടാണ്. ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടൊക്കെ അത് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ടൂളിൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സെലക്ഷൻ ടൂളിലേക്ക് മാറുക. അതിനുശേഷം ഇവിടെ റീസൈസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. നമുക്ക് ഈ സെലക്ഷൻ ടൂൾ ഡയറക്റ്റായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് സെലക്ട് ആവുന്നില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നമുക്ക് ഈ ഒരു ഇമേജ് റീസൈസ് ചെയ്യാനോ മൂവ് ചെയ്യാനോ ഒക്കെ ഈ ഒരു ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ തന്നെ അനിവാര്യമാണ്. അത് ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം റീസൈസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടൂൾ ഉപയോഗിക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വർക്കിനകത്ത് ഡയറക്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഇമേജുകൾ റീലിങ്ക് എന്ന ഓപ്ഷൻ വഴി ചേഞ്ച് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഒരു ഇമേജ് നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആ ഒരു ഇമേജ് പ്ലേസ് എന്ന് വെച്ചാൽ ലിങ്ക്ഡ് ഫയലായിട്ട് കൊണ്ടുവരണോ അതോ ഡയറക്റ്റായിട്ട് ഒരു ലിങ്ക്ഡ് ഫയൽ അല്ലാതെ ഡയറക്റ്റായിട്ട് കൊണ്ടുവരണോ എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തന്നെ തീരുമാനിക്കാവുന്നതാണ്. നമ്മൾ ആവശ്യമായിട്ടുള്ള ഇമേജ് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പ്ലേസ് എന്ന് കൊടുക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു ഇമേജ് പ്ലേസ് ആവുകയാണ്, അതായത് ലിങ്ക്ഡ് ഫയലായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ലിങ്ക് എന്നുള്ള ഈ ബോക്സിനകത്തുള്ള ടിക്ക് ഒഴിവാക്കുകയാണെങ്കിൽ അതിനുശേഷമാണ് നമ്മൾ ഇങ്ങനെ പ്ലേസ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ഇമേജ് ഇവിടെ ഡയറക്റ്റായിട്ട് ആണ് ഇവിടെ വരുന്നത്.
അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന ഇമേജ് നമുക്കിവിടെ എംബഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലൂടെ എംബഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു ഇമേജിന് മാത്രമാണ് ഈ എംബഡ് ആയിട്ടുള്ള ഈ ഐക്കൺ വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ഈ 2 ഇമേജുകളും നമുക്കിത് ഫൈനൽ പ്രിന്റ് ഫയലാക്കി മാറ്റുമ്പോൾ ഇത് എംബഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വഴി ഇമേജുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അത് ആ ഇമേജ് ഈ ഒരു വർക്കിനകത്തേക്കല്ല ഓപ്പൺ ആയിട്ട് വരുന്നത്. പകരം ഇവിടെ മറ്റൊരു ടാബായിട്ടായിരിക്കും ഈ ഇമേജ് ഓപ്പൺ ആയിട്ട് വരുന്നത്. നമുക്ക് അത്തരത്തിലൊരു ഇമേജ് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ കാണാം ഈ ഒരു ഇമേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് മറ്റൊരു ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്. ഇങ്ങനെ പ്ലേസ് ഓപ്ഷൻ വഴി കൊണ്ടുവരുമ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഡോക്യുമെൻറ്റിനകത്തേക്ക് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമേജുകൾ കിട്ടുന്നു. അത് പ്ലേസ് എന്ന ഓപ്ഷൻ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഇമേജുകൾ നമ്മുടെ വർക്കിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലേസ് എന്നുള്ള രീതിയിൽ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമുക്കിതുപോലുള്ള ഇമേജുകളിൽ റീടച്ചിങ് അല്ലെങ്കിൽ കളർ വേരിയേഷൻ ഒക്കെ വരുത്തേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് അത്തരം വേരിയേഷൻസ് വരുത്താനുണ്ടെങ്കിൽ അത് ഫോട്ടോഷോപ്പിൽ ചെയ്തതിന് ശേഷം ഈ ഇമേജിൽ തന്നെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാറ്റങ്ങളൊക്കെ ഈ ഇമേജിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആവുന്നതാണ്. അതിനുശേഷം ഇത് ഫൈനൽ പ്രിന്റ് ഫയലാക്കാൻ സമയത്ത് മാത്രം ഇതുപോലെ ഡയറക്റ്റ് ഇമേജ് ആക്കി മാറ്റുക. അതിനായിട്ട് നിങ്ങൾ എംബഡ് ചെയ്താൽ മതി. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് മറ്റൊരു തരത്തിലും കൂടെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ലിങ്ക്ഡ് ഫയൽ അല്ലാതെ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ്. നമ്മൾ ഈ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ പ്ലേസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ആ ഒരു ഇമേജിന് പകരം മറ്റൊരു ഇമേജ് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്ലേസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഇമേജിന് പകരമായിട്ടാണ് പുതിയ ഇമേജ് വന്നിട്ടുള്ളത്. അതായത് ആദ്യം നമ്മൾ റീപ്ലേസ് ഓപ്ഷൻ ഉപയോഗിച്ചത് ഈ ഒരു വിൻഡോയ്ക്ക് താഴെയാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ റീപ്ലേസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചത് ആ ഇമേജ് കിടക്കുന്ന ഫോൾഡറിൻ്റെ അവിടെയാണ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഒരു മാറ്റം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രിന്റിംഗ് മേഖലയിലെ ഡിസൈനിങ് സെന്ററുകൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിൽ ലോഗോ മേക്കിംഗ്, പാൻടോൺ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ പ്രയോജനകരമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.